ഇന്നൊരു കോംബോയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഫ്രൈഡ് റൈസും ഗാർലിക് ചിക്കനും. അതും വെറും ഫ്രൈഡ് റൈസ് അല്ല, തെരിയാക്കി ചിക്കൻ ഫ്രൈഡ് റൈസ്. ഒരു ജാപ്പനീസ് ക്യൂസിനിൽ പറ്റുള്ള നല്ലൊരു ഫ്രൈഡ് റൈസാണ്. അതിൻ്റെ കൂടെ ഗാർലിക് ചിക്കൻ, അതും ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ ചേർക്കാത്ത ഗാർലിക് ചിക്കൻ. രണ്ടും കൂടി അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ഇഫ്താർ പാർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിന്, ഇപ്പോൾ ഈദാണെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ഉള്ളവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഫ്രൈഡ് റൈസിലോട്ട് ആസ് യൂഷ്വൽ നമ്മൾ ബസ്മതി റൈസാണ് വേണ്ടത്. അത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ദേവായ ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ് ബ്രാൻഡ് ബസ്മതി റൈസ് എടുക്കുക. ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റൊക്കെ സോക്ക് ചെയ്താൽ മതി, ഒരുപാട് നേരമൊന്നും സോക്ക് ചെയ്ത് വെക്കരുത് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ചധികം വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിലോട്ടുള്ള റൈസ് ഉണ്ടാക്കുമ്പം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് റൈസ് കിട്ടണമെങ്കിൽ, അതും ഫ്രൈഡ് റൈസ് നന്നാവണമെങ്കിൽ നമ്മൾ എടുക്കുന്ന റൈസ് നന്നാവണം, അത് കുക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു രീതി നന്നാവണം ഒക്കെ വേണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം അതിലോട്ട് ഉപ്പ് ചേർത്തിട്ട് എന്നിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാൻ. റൈസ് ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. ഏകദേശം റൈസ് വെന്തെന്ന് കാണുമ്പോൾ ഏകദേശം റൈസ് വെന്തെന്നല്ല, റൈസ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ഒന്നൊന്നിനോട് അരി തൊടാണ്ടിരിക്കാനും പിന്നെ റൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അരി പൊട്ടി പോകാണ്ട് നോക്കണം കേട്ടോ. ഇനി നമുക്ക് തെരിയാക്കി സോസ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ബ്രൗൺ ഷുഗറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ഒരു 1/4 കപ്പ് ബ്രൗൺ ഷുഗർ, സാദാ ഷുഗറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. പിന്നെ 1/2 കപ്പോളം സോയ് സോസ്, ലൈറ്റ് സോയ് സോസ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡാർക്ക് സോയ് സോസ് ആണെങ്കിൽ ഒരു 1/4 കപ്പിലും കുറച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് ജിഞ്ചർ പൗഡർ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചി ചെറിയതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട്, വളരെ കുഞ്ഞതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഇതാണ് തെരിയാക്കി സോസ് കേട്ടോ. ഇത് നമുക്ക് ചിക്കനിലോട്ടും വേണം, റൈസിലോട്ടും വേണം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. എപ്പോഴും ഒരേപോലത്തെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാണുമ്പോഴാണ് ആൾക്കാർക്ക് എന്താണെന്നറിയാനൊരു ഇൻട്രസ്റ്റ് വരിക, അല്ലെങ്കിൽ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് വരിക അല്ലേ. അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാൻ ചൂടാക്കുക. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. അതിലൊന്നും ചേർക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാനുള്ളതാണ്. ഫ്രൈഡ് റൈസിൻ്റെ മുകളിൽ ലാസ്റ്റ് സെർവിങ് സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാ ഫ്രൈഡ് റൈസും ഒരേപോലെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് ഏത് തരം ഫ്രൈഡ് റൈസാണ്, കോമൺ ആയിട്ടുള്ളതാണോ എന്താണെന്ന്. അപ്പോൾ ഒന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ മുട്ട ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിലോട്ട് തന്നെ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കൻ ഏകദേശം ഒന്നും കൂടെ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സോസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ തെരിയാക്കി സോസ് ചേർക്കാനുണ്ട്. അത് ചേർത്തിട്ട് ചിക്കൻ ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ എന്താ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോസ് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ചേർക്കണ്ട, കാരണം നമുക്ക് ബാക്കിയുള്ളത് റൈസിലോട്ട് ചേർക്കാനുണ്ട്. എന്നിട്ട് ഈ സോസ് ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ട് അതിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. പിന്നെ കുറച്ച് കോൺഫ്ലോർ, ഒരു 1/2 ടീസ്പൂണൊക്കെ കോൺഫ്ലോർ എടുത്താൽ മതി. കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് അത് നമുക്ക് തിക്കായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കും ഇതിപ്പോൾ നമ്മൾ സൈഡ് ഡിഷ് ഉണ്ടാക്കുന്ന പോലെ, അതായത് ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്ന പോലെ ആയല്ലോ എന്ന്. അങ്ങനെയല്ല, ഇത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് നേരെ റൈസോ വെജിറ്റബിൾസോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിങ്ങനെ നന്നായിട്ട് തിക്കാക്കി എടുത്തിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനതെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ആ ചിക്കൻ അതിൽ നിന്നെടുത്ത് മാറ്റി വേറെ ബൗളിലേക്ക് വെക്കുന്നുണ്ട്. ലാസ്റ്റാണ് നമ്മൾ സെർവിങ് സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലോട്ട് തന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സെയിം പാനിലോട്ട് തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൽ സവാള ചേർത്ത് കൊടുക്കാനുള്ളതുകൊണ്ട് ചിക്കൻ എന്തായാലും മാറ്റണം, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഒരു സവാള നല്ല കനം കുറച്ച് അരിഞ്ഞതും, പച്ചമുളക്, പിന്നെ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യുന്ന കേട്ടോ. പിന്നെ ബീൻസ് 2 രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും പിന്നെ നീളത്തിൽ കട്ട് ചെയ്തതും, കാണാനുള്ളൊരു ലുക്കിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഓൾറെഡി സോയ സോസിലുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് കണ്ടിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. പിന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും അവിടെ കുക്കായിക്കോട്ടെ. ഇനി നമുക്ക് തെരിയാക്കി സോസ് ഒഴിച്ച് കൊടുക്കുക. അതൊരു 1-2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. ഒരുപാടൊന്നും ഈ വെജിറ്റബിൾസിലോട്ട് ചേർക്കണ്ട കേട്ടോ.
എന്നിട്ട് കമ്പൈൻ ചെയ്ത ശേഷം അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് തട്ടി കൊടുക്കുക. നമ്മൾ സ്പാറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്ന കേട്ടോ. ഫ്രൈഡ് റൈസ് എപ്പോൾ ഏത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും ജസ്റ്റ് പാൻ ഒന്ന് ഇങ്ങനെ പിടിച്ച് തട്ടി കൊടുക്കുന്നതാണ് നല്ലത്, നന്നായിട്ട് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതാ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കനും മുട്ട ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. പിന്നെ സ്പ്രിംഗ് ഓണിയൻ അതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ ഞാൻ അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്, നമ്മൾ സെർവിങ് സമയത്ത് ആ ഒരു ലുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. നമ്മളിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ലുക്കിലേ കാണുള്ളൂ. പക്ഷേ ലാസ്റ്റ് കുറച്ച് മാറ്റി വയ്ക്കുമ്പോൾ സെർവിങ് സമയത്ത് മാറ്റി വയ്ക്കുമ്പോൾ അതിൻ്റെ ലുക്കൊന്ന് വേറെ തന്നെയാണ്. പിന്നെ മുട്ട ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. കാരണം ഈ ഒരു സോസ് നമ്മൾ സ്പെഷ്യലായിട്ടല്ല ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ എൻ്റർലി ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മധുരം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഓവറാക്കണ്ട, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ സോയ് സോസ്, ലൈറ്റ് സോയ് സോസ് ഞാൻ എടുത്തിട്ടുള്ളത്, ഡാർക്ക് സോയ് സോസ് ആണെങ്കിൽ അത്ര ചേർക്കണ്ട. ബാക്കിയൊക്കെ നല്ല അടിപൊളിയാണെന്നൊരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് തന്നെ കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാണ്, പ്ലേറ്റ് ചെയ്യാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും പിന്നെ മുട്ട ചിക്കനും വേണമെങ്കിൽ നിൽക്കുന്നതുപോലെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. അപ്പം ഒന്നുകൂടെ ഒരു ലുക്ക് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ സെർവിങ് ആണല്ലോ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ചിക്കൻ കുറച്ച് മാത്രം റൈസിൽ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഇതുപോലെ ചിക്കന് മേലെ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ഈ ഒരു റൈസിലോട്ട് നമ്മൾ ബീൻസ് വേറെ രീതിയിലും കൂടി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നീളത്തിൽ ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയാണ് ഈ ഒരു റൈസിന് ഒന്നുകൂടെ ഒന്ന് ലുക്ക് കൂട്ടുന്നത്. ടേസ്റ്റ് വൈസ് നല്ല അടിപൊളിയാണ്, പക്ഷെ നമ്മൾ കാണുമ്പോൾ ഉള്ളൊരു ഇൻട്രസ്റ്റും കൂടി വേണമല്ലോ നമുക്ക് കഴിക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇത് ഞാൻ മുമ്പ് ചെയ്ത റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കോംബോ മീലും കൂടി ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക കേട്ടോ. ഈ ഒരു റൈസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ ചെറിയൊരു പുളി, മധുരം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫീലാണ് വരുന്നത്. നമ്മൾ ചിക്കൻ ചില്ലിയും ഫ്രൈഡ് റൈസും ഒരുമിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഒറ്റ ഡിഷായിട്ട് കഴിക്കുമ്പോൾ. അത് ട്രൈ ചെയ്തവർക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇത് സൈഡ് ഡിഷ് വേണ്ടവർക്ക് ഒരു അടിപൊളി സൈഡ് ഡിഷ് പരിചയപ്പെടുത്തി തരാം. അതായത് ഗാർലിക് ചിക്കനാണ്, പക്ഷേ നമ്മൾ ഫ്രൈ ആക്കുന്നില്ല ചിക്കൻ കേട്ടോ. അപ്പോൾ ആദ്യം പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് ഒരു സവോള ഇങ്ങനെ എന്താ പറയുക, സ്ലൈസ് ചെയ്യേണ്ട, ഇങ്ങനെ ക്യൂബായിട്ട് കഷ്ണങ്ങളാക്കിയത്. പിന്നെ വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ ക്യാപ്സിക്കം എല്ലാം കൂടി ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നേരെ ഇട്ട് കൊടുക്കാനുള്ളത് ചിക്കനാണ്, വേറെ ഒന്നുമല്ല. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വിത്ത് ബോണുള്ള ചിക്കൻ തന്നെ ഇടുന്നത്. അതുപോലെ വല്ലാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കേണ്ട, എന്നാൽ മീഡിയം സൈസ്, അതിലും കുറവ് ചെറിയൊരു മീഡിയം കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യാം. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി, സോയ് സോസ് ചേർത്ത് കൊടുക്കുക. സോയ് സോസ് ലൈറ്റ് സോയ് സോസാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കോൺഫ്ലവറും കൂടി മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ചിക്കനിന് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ചിക്കൻ അവിടെ കിടന്നിട്ട് വേവട്ടെ, ഈ ഒരു സംഭവത്തിൽ വേവട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാവും. അതായത് ആ ഒരു പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഫ്ലേവർ ചിക്കനിൽ പിടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അതിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും ഒരു 2 ടേബിൾ സ്പൂണ് ലൈറ്റ് സോയ സോസും ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഈ ഒരു സോസാണ് നമ്മളിതിലോട്ട് മെയിനായിട്ട് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സോയ സോസ്, ആ ഒരു പുളി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ സോയ സോസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാനൊരു 1 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾക്കിതിലൊരു കോൺഫ്ലോർ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം, അതും ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യാം. ഇത് ഞങ്ങൾ മലപ്പുറം സ്റ്റൈല് ഒരു ചില്ലി ചിക്കനാണ്, അതായത് ഗാർലിക് ചിക്കനാണ്, അതായത് മലപ്പുറത്ത് സബ്ക സ്റ്റൈല്. അതിലവർ ചില്ലി ചിക്കൻ ഭയങ്കര ടേസ്റ്റാണ്. സബ്ക, തിരൂർ സബ്ക ചില്ലി ചിക്കൻ എന്ന് പറയും. ഭയങ്കര ടേസ്റ്റാണ്. അതിൽ ചിക്കന് ഫ്രൈ ആക്കിയിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ വേറൊരു ടേസ്റ്റും കൂടി വരും. അതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട.
അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് കോൺഫ്ലോർ കുറുക്കിയെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അത് പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പോഴേക്കും നമ്മൾ സബ്കയിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിന് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ ഇതിൻ്റെ കളർ ഒരു റെഡിഷ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ശരിക്കുള്ള കളർ ഒരു ബ്ലാക്കാണ്. ഡാർക്ക് ബ്ലാക്ക് എന്നല്ല, ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. സോയ സോസിൻ്റെ കളറാണ് വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർബായിരുന്നു. അതുപോലെ ചിക്കന് കുക്ക് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആവും. അപ്പം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഗാർലിക് ചിക്കൻ ആൻഡ് തെരിയാക്കി ഫ്രൈഡ് റൈസ് കോംബോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.